വീട്ടിൽ നന്ദനും ദേവികയൊക്കെ എന്ത് പറയുന്നു? നന്ദൻ ജോലിക്ക് ശ്രമിക്കുക. അതിന് കാരണവും കാട്ടൂരാൻ തന്നെയാ. നന്ദൻ വീട്ടിൽ നിൽക്കുന്നതിനെ കാട്ടൂരാൻ കളിയാക്കി ദേവികയും കുറ്റപ്പെടുത്തി. അതോടെയാ നന്ദൻ ജോലി അന്വേഷിച്ചിറങ്ങിയത്. കമ്പനിയുടെ കാര്യങ്ങളൊക്കെ എന്നാ ശരിയാവുന്നെന്ന് അറിയില്ലല്ലോ. നന്ദൻ ജോലിക്ക് പോകുന്ന തന്നെയാ നല്ലത്. സാറിന്റെ കയ്യിൽ കൊടുത്തേക്കൂ. ശരി. എക്സ്ക്യൂസ് മീ. ആ സാർ പറയൂ സാർ. ഇവിടെ ഈ ജോബ് വേക്കൻസിയെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാ. ആരെ കാണേണ്ടത്? ഇന്റർവ്യൂവിന് വിളിച്ചാണോ സാർ? അല്ല, എനിക്കിവിടുത്തെ കാര്യങ്ങളെ കുറിച്ചൊന്നും അറിയാനാ. ജീവനൊന്ന് കണ്ടാലും മതി. മുൻകൂട്ടി പെർമിഷൻ എടുക്കണം സാർ. ഒന്ന് ചോദിച്ചു നോക്കോ പ്ലീസ്. നിങ്ങളുടെ പേര്? നന്ദൻ. ഒരു മിനിറ്റ്. സാർ, സാറിനെ കാണാൻ അനുവാദം ചോദിച്ചുകൊണ്ട് ഒരാൾ വന്നിട്ടുണ്ട്. ആരാ? എന്നെ പരിചയമുള്ള ആളാണോ? ഒരു മിനിറ്റ് സാർ. CP സാറിനെ അറിയോ? എനിക്ക് പരിചയമില്ല സാർ. പരിചയമില്ലാത്ത ആരാ എന്നെ കാണാൻ വരുന്നേ? ആള് ജോബ് വേക്കൻസി അന്വേഷിച്ച് വന്നതാണ് സാർ. വഴിയെ പോകുന്നവർക്ക് ജോലി കൊടുക്കലല്ല എന്റെ ജോലി. ഒരു കാര്യം ചെയ്, തനിക്ക് അവിടെ മര്യാദക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ വന്നവനെ കയറ്റി അവിടെ ഇരുത്തിയിട്ട് താൻ സ്ഥലം വിട്ടോ. സോറി സാർ. എന്താ? ആപ്ലിക്കേഷൻ അയച്ചിട്ട് വിളിക്കുമ്പോ വരണം സാർ. അല്ല, ഒന്ന് പ്ലീസ് എന്റെ ജോലി കളയരുത്. നന്ദ, ഇതെന്താ ഇവിടെ? ഞാനിവിടെ എന്തെങ്കിലും ജോബ് വേക്കൻസി ഉണ്ടോന്ന് അറിയാൻ വേണ്ടി വന്നേ. അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല, സത്യത്തില് രാവിലെ ഗണേശനെ കണ്ടപ്പോഴാ ഇവിടെ ഒഴിവുണ്ടെന്ന് അറിഞ്ഞത്. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തിട്ടാലേ പറ്റുള്ളൂ നന്ദ. എനിക്ക് GM-നെ ഒന്ന് കാണാൻ പറ്റുമോ? ഒന്ന് പരിചയപ്പെട്ടിരിക്കാലോ. ആളിത്തിരി ചൂടനാ. നമുക്ക് പിന്നീട് നോക്കാം. എത്രയും പെട്ടെന്നൊരു ജോലി കിട്ടിയാൽ കൊള്ളായിരുന്നു ഗണേശ. നന്ദൻ വെയിറ്റ് ചെയ്യ്, ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. താങ്ക്സ്.